guys, welcome back to 120 rules of grammar in 120 minutes. Rule number 18. Similar sound ഉള്ള വേർഡ്സ് ബോത്ത് നൗൺ ആയിട്ടും വെർബ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അഡ്വൈസ് എന്ന് പറയും. ഇപ്പോൾ അഡ്വൈസ് ADVICE അത് അങ്ങനെ ഉപയോഗിക്കും. ADVISC എന്ന് പറയുന്ന സിമിലർ സൗണ്ടുള്ള രണ്ട് വേർഡ്സ് ആണ് ഇത് ഒരെണ്ണം നൗണും ഒരെണ്ണം വെർബുമാണ്. ഇപ്പം ADVIC എന്ന് പറയുന്നത് നൗണും ADVISC എന്ന് പറയുന്നത് വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മിക്ക കേസുകളിലും ഇങ്ങനെ വരുമ്പോൾ സി എന്ന് പറയുന്ന നൗണായിട്ടും SC എന്ന് പറയുന്ന SC വെച്ച് അവസാനിക്കുന്നത് വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ലൈക്ക് അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. അതേപോലെ ഫോർ എക്സാമ്പിൾ വരുന്ന പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ലൈക്ക് പ്രാക്ടീസ് PRACTICE എന്ന് പറയുന്ന നൗണും PRACTISC എന്ന് പറയുന്നത് വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് ബിലീഫും ബിലീവും. ബിലീഫ് എന്ന് പറയുമ്പോൾ വിശ്വാസം, അതെന്ന് പറയുന്നത് നൗണായിട്ടും ബിലീവ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കുക വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഐ ബിലീവ്ഡ് ഹിം, ഞാൻ അവനെ വിശ്വസിക്കുന്നു. ഇവിടെ ബിലീവ് എന്ന് പറയുന്ന ഒരു വെർബാണ്, അതുകൊണ്ട് തന്നെ എന്താ ഇത് ശരിയായിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കും. അതേപോലെ ഐ ഹാവ് എ ബിലീഫ് ഓൺ ഹിം, എനിക്ക് അവനൊരു വിശ്വാസമുണ്ട്. ഇവിടെ ബിലീഫ് എന്ന് പറയുന്ന ഒരു നൗണാണ്, അതുകൊണ്ട് തന്നെ ബിലീഫ് ആയിരിക്കും വരുന്നത്. ഇതും ശരിയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, ഹി പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ ദി എക്സാം, ഇതിനകത്തൊരു എറർ ഡിക്റ്റേഷൻ ഉണ്ട്. ഒന്ന് എറർ ഡിക്റ്റേറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. താങ്ക് യു.